ഇത് കണ്ട ഒരു കടയിൽ നിന്ന് ഞാൻ എടുത്ത ഫോട്ടോ ആണ്. അതിന് എനിക്ക് ലഭിച്ചിട്ടുള്ളത് $1.15 $1.15 ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യൂസ് നോക്ക്, 1,33,000 വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്ര എന്നല്ല, 20, 25, $30 ലഭിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്ലി വെറും ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്തിട്ട് $500 മുകളിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന ടീമും ഉണ്ട്. അത് എനിക്ക് തന്നെ അറിയാം. എൻ്റെ ഇൻസ്റ്റ ഐഡിയിലൊക്കെ അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് അവരുടെ ഏണിങ്സ് പ്രോബ്ലം വരുന്ന സമയത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, അവസാനം വരെ നിങ്ങൾ കാണുക. നമുക്ക് ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്ന പെർഫോമൻസ് ബോണസ് എന്നുള്ള ടൂള് ലഭിക്കണം. ഇനി അഥവാ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കണം. ഈ 2 ടൂള് ലഭിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഫോട്ടോസ് ആൻഡ് ടെക്സ്റ്റിലൂടെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളിലേക്ക് കടക്കുന്നത് എങ്ങനെയുള്ള ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏണിങ്സ് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത കൂടും. ഇനി അഥവാ നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമ്മൾ സേവ് ചെയ്തിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഏണിങ്സ് വളരെ കുറവായിരിക്കും ലഭിക്കുന്നത്. അതായത് ഞാൻ ഉദാഹരണ സഹിതം ഞാൻ ഇവിടെ കാണിക്കാം. നോക്കി നോക്ക്, 14 ലക്ഷത്തി ഇതിന്റെ ഏണിങ്സ് നിങ്ങൾ നോക്കും, ഇതിന്റെ വ്യൂസ് ഇങ്ങനെ നോക്കി നോക്ക്. 14,03,099 വ്യൂസ് ആയിട്ടുണ്ട്. എത്ര? 1 മില്യൺ കഴിഞ്ഞ് 4,03,099 വ്യൂസ് ആയിട്ടുണ്ട്. 244 ഷെയർ ആയിട്ടുണ്ട്. 289 കമന്റ് ആയിട്ടുണ്ട്. 6,423 ലൈക്കും വന്നിട്ടുണ്ട്. അതിന്റെ ഏണിങ്സ് നോക്ക്, വെറും $1.06. $1.06. നമ്മളുടെ സെൽഫ് ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് നമുക്കൊരു $13-12 മസ്റ്റ് ആയിട്ടും തീർച്ചയായിട്ടും ലഭിക്കേണ്ട സമയം കഴിഞ്ഞ്. ഇത് ഞാൻ ഈ ഫേസ്ബുക്കിൽ നിന്ന് വേറെ ഏതൊക്കെയോ തേർഡ് പാർട്സ് ആപ്ലിക്കേഷന് ലഭിച്ച ഫോട്ടോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇത്ര നമുക്ക് ഏണിങ്സ് കുറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നിന്നൊക്കെ മറ്റുള്ള സൈറ്റിൽ നിന്നൊക്കെ ഫോട്ടോ സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഒരു പ്രശ്നം വന്നില്ല. ഇനി ഫ്യൂച്ചറിൽ പ്രശ്നം വരുമോ എന്ന് അറിയത്തില്ല. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഫോട്ടോസാണ്, മറ്റേ ഫേസ്ബുക്കിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോസ് ഒന്നല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോസ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ കൂടി എടുത്തിട്ടുള്ള സെൽഫ് ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതായത് അത് കൂടാതെ മറ്റുള്ളതിൽ നിന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഈ പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ, അതായത് വാട്ട്സ് ഓൺ യുവർ മൈൻഡിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നമ്മൾ ഓൾറെഡി ഏത് പോസ്റ്റാണെന്നുള്ളത്, ഇപ്പം നിലവിൽ ഞാനിത് ഈ ഒരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കേക്കിൻ്റെ ഫോട്ടോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കുക, നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക. അതിന് ശേഷം നല്ലൊരു ഹാഷ്ടാഗ് കൊടുക്കുക. അതായത് ഒരു വെറൈറ്റി ടൈറ്റിൽ ആയിരിക്കണം. അതായത് ഇതുപോലുള്ളൊരു കേക്ക് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുമോ, അതായത് ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കമൻറ്റ് എങ്ങനെ ലഭിക്കണം, മറ്റുള്ളവരെങ്ങനെ റിയാക്ഷൻ ചെയ്യണം, അതാണ് നമുക്ക് മെയിൻ പോയിന്റ്. ഇങ്ങനെയുള്ള ഇതുപോലുള്ളൊരു കേക്ക് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന് ടൈറ്റിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയുള്ളൊരു ടൈറ്റിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കാണുന്നവരെന്തായാലും റിയാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇതെന്താ യോൻ ഇങ്ങനെ കളിക്കുന്നത്, നമ്മളൊന്നും കേക്ക് ചെയ്യാത്തവരാന്ന് കരുതിയിട്ട് പല ആൾക്കാർക്കും അതിന് റിയാക്ട് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ പല ആൾക്കാർ ഇനി എന്താ കേക്ക് കാണാത്തവരാ, ഇനി നമ്മളെന്ത് കേക്ക് കാണാത്ത, ഇങ്ങനെ പലതരത്തിലുള്ള കമന്റ് വരും. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഈ കമന്റ് വരുമ്പോഴാണ് ഇത് എൻഗേജ് കൂടിയിട്ട് നമുക്ക് ഈ ഫോട്ടോസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. ഇനി അഥവാ ജസ്റ്റ് ഒരു കേക്ക് എന്ന് മാത്രം പേരിട്ട് കഴിഞ്ഞാൽ അതിനാരും ഒരു മൈൻഡും ചെയ്യത്തില്ല. ഡയറക്റ്റ് അത് അതിന്റെ എൻഗേജ്മെന്റ് കുറഞ്ഞിട്ട് അതങ്ങനെ ഡൗൺ ആയി പോകത്തുള്ളൂ. ഇതുപോലുള്ളൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലൊരു ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗ് കേക്കിന്റെ ഏതൊക്കെ കേക്ക് എന്നുള്ള ഹാഷ്ടാഗ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കേരള, അതുപോലെ തന്നെ മലയാളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് പറ്റിയ ഹാഷ്ടാഗുകൾ ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇമോജി ഉണ്ട്. ഇമോജി സെലക്ട് ചെയ്യുക. ഇമോജി സെലക്ട് ചെയ്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ഇമോജി ഇട്ട് കൊടുക്കുക. അതായത് ടേസ്റ്റി ആയിട്ടുള്ള ഇതാണെന്നില്ല, ഇവിടെ ഈ ഇമോജി സെലക്ട് ചെയ്യുക. ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, കേരള സെലക്ട് ചെയ്യുക.
കേരള സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, ഇതൊന്നും നമുക്ക് മെയിനായി ഇതൊന്നും ഇവിടെ ഒന്നും പ്രശ്നമില്ല, ഇവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ AI ലേബൽ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. AI ബന്ധപ്പെട്ട റിലേറ്റഡ് ഉള്ള ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ട് AI ലേബൽ ഓൺ ആക്കിയിട്ട് വെക്കണം. ഇനി അഥവാ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, തൊടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഹൂ ക്യാൻ സീ യുവർ പോസ്റ്റ്. അവിടെ പബ്ലിക് തന്നെ ആയിരിക്കണം കാണേണ്ടത്. പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കാര്യമില്ല, പബ്ലിക്കിൽ തന്നെ വെക്കണം. പിന്നെ അതിൻ്റെ അടിയിലുള്ളത് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ. അപ്പോൾ അവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ഇനി അഥവാ ഇവിടെ അതിൻ്റെ അടിയിൽ ഷെയർ ടു സ്റ്റോറി അത് ഓഫിലാന്നുള്ളത്, നമുക്ക് സ്റ്റോറിയിലേക്ക് ഓൺ ആക്കിയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കിയിട്ട് വെക്കുക. ഇനി ഷെയറിംഗ് ടു ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓഫിലുള്ളത് ഓൺ ആക്കി വെക്കണമെങ്കിൽ ഓൺ ആക്കി വെക്കാം. പിന്നെ മോണിറ്റൈസേഷനിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പെർഫോമൻസ് ബോണസ് എനേബിൾ ആണ്. അതുപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ അതും എനേബിൾ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ആഡ് പ്രൊഡക്റ്റ് ലിങ്ക്, പ്രൊഡക്റ്റിന്റെ ലിങ്ക് പിന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ തമ്പനയിലാണ്, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ പിന്നെ ബാക്കോട്ടേക്ക് പോവുക. അതിനുശേഷം ഇവിടെ ഇൻവൈറ്റ് കൊലാബറേറ്റർ, ഏതെങ്കിലും പിന്നെ ടീമായിട്ട് നിങ്ങൾ കൊലാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൊലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2 ദിവസം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷെയറിംഗ് ടു ചാനൽ, നമ്മുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൺ ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ പോസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ഷെഡ്യൂളിൻ്റെ ടൈമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ ആവും. അല്ലെങ്കിൽ പോസ്റ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. അല്ല ജസ്റ്റ് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറലാവാൻ സാധ്യത കുറവാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടൈറ്റിലൊക്കെ വെച്ചിട്ട് മറ്റുള്ളവരുടെ ഒരു കമൻസ്, ഒരു റിയാക്ഷൻ നമ്മൾ പിന്നെ വരുത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിൽ ടൈറ്റിൽ വെക്കേണ്ടത്. അതുപോലെ തന്നെ ഫോട്ടോസും അങ്ങനെയുള്ളതായിരിക്കണം. ജസ്റ്റ് നിങ്ങളെ തന്നെ ഫോട്ടോ ഇങ്ങനെ ഫുൾ ടൈം എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. മറ്റുള്ളവർ നമ്മുടെ ഈ കാണുന്നവർ ഫോളോവേഴ്സ് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഫോട്ടോസ് ആയിരിക്കണം നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി തരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.